നോർത്തേൺ ഇംഗ്ലണ്ടിലെ ഒരു സീസൈഡ് ടൗണാണ് വിറ്റ്ബി. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഫിഷിംഗ് പോർട്ടാണ് വിറ്റ്ബി. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നല്ല ഫ്രഷ് സീ ഫുഡ് കിട്ടും. അങ്ങനെ റിവ്യൂസ് നോക്കി ഞാൻ റിസർവ് ചെയ്തതാണ് ഫിഷർമെൻസ് വൈഫ് എന്ന് പറയുന്ന ഈ ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിൻ്റെ പുറകിൽ തന്നെയാണ് വിറ്റ്ബി ബീച്ച്. UK വെതർ കാണുമ്പോഴാണ് നമ്മുടെ നാടിനെ എന്തുകൊണ്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിച്ചിരുന്നതെന്ന് നമുക്ക് ക്ലിയർ ആവുക. വിറ്റ്ബിയിലെ ഒരു മേജർ സോഴ്സ് ഓഫ് ഇൻകം ആണ് ടൂറിസം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഈ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്ത ഒരു ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റാണിത്. ഒരു ബ്രിട്ടീഷ് കപ്പിളാണ് ഞങ്ങളെ ഹോസ്റ്റ് ചെയ്തത്. അവർ തന്നെയാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അവരുടെ കൾച്ചറിനെ കുറച്ച് അടുത്തറിയാൻ സാധിക്കും. 1890s ബ്രാം സ്റ്റോക്കർ എന്ന എഴുത്തുകാരൻ വിറ്റ്ബി എന്നുള്ള ഈ കോസ്റ്റൽ ടൗൺ വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ ഈ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ കണ്ട് ഇൻസ്പയർഡായി നമ്മിൽ പലരുടെയും ഉറക്കം കെടുത്തിയിട്ടുള്ള ഡ്രാക്കുള എന്ന നോവൽ എഴുതുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്ന വിറ്റ്ബി ആബിയും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സെൻറ്റ് മേരീസ് ചർച്ചുമാണ് അദ്ദേഹത്തെ ഈ നോവൽ എഴുതാൻ ഇൻസ്പയർ ചെയ്തതെന്ന് പറയപ്പെടുന്നു. ഡ്രാക്കുള എന്ന ഈ നോവൽ തുടങ്ങുന്നത് തന്നെ കൗണ്ട് ഡ്രാക്കുള വിറ്റ്ബിയിൽ വരുന്ന കാര്യം മെൻഷൻ ചെയ്തുകൊണ്ടാണ്. ഇതാണ് സെൻറ്റ് മേരീസ് ചർച്ച്. ഇവിടെ ഒരുപാട് ടൂം സ്റ്റോൺസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഡ്രാക്കുള കഥയെല്ലാം കേട്ട് കഴിഞ്ഞ് പലരും ഇവിടെ ചെന്ന് ഡ്രാക്കുളയുടെ കല്ലറ എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് അത്രേ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ പലയിടത്തും നോട്ടീസ് അടിച്ചു വെച്ചിട്ടുണ്ട്, കല്ലറ അന്വേഷിച്ച് വരണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ UK മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാമോ?